1985 ഫെബ്രുവരി 5-ന് ഫുഞ്ചാൽ എന്ന സ്ഥലത്ത് ഒരു സാധാരണ കുടുംബത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവിയാരോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഗാർഡനർ ആയിരുന്നു. അമ്മ ഒരു പാചകക്കാരിയായിരുന്നു. സാമ്പത്തികമായി വലിയ സമ്പത്തില്ലാത്ത കുടുംബമായിരുന്നു. എന്നാൽ ബാല്യകാലം മുതൽക്ക് റൊണാൾഡോയുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു: ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാവുക എന്നത്. റൊണാൾഡോ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനോട് വലിയ സ്നേഹം കാണിച്ചു. വീടിനടുത്തുള്ള തെരുവുകളിലാണ് അദ്ദേഹം ആദ്യമായി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. പന്ത് കാലിൽ തട്ടുമ്പോൾ അദ്ദേഹം മണിക്കൂറുകളോളം കളിച്ചു. മറ്റു കുട്ടികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വേഗതയും കഴിവും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടപ്പോൾ നാട്ടുകാർ തന്നെ അത്ഭുതപ്പെട്ടു. റൊണാൾഡോ ചെറുപ്പത്തിൽ തന്നെ ആൻഡോറീന എന്ന ക്ലബ്ബിൽ ചേർന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്ലബ്ബിലെ ജോലികൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റൊണാൾഡോയ്ക്ക് കൂടുതൽ പരിശീലന അവസരം ലഭിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ യാത്ര ആരംഭിച്ചത്. റൊണാൾഡോയ്ക്ക് ചെറുപ്പം മുതൽ വലിയ ലക്ഷ്യമുണ്ടായിരുന്നു: ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാവുക എന്നതായിരുന്നു ആ സ്വപ്നം. ആ സ്വപ്നം നേടിയെടുക്കാൻ അദ്ദേഹം കഠിനമായി പരിശീലനം നടത്തി. ദിവസവും മണിക്കൂറുകളോളം പരിശീലനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. പിന്നീട് റൊണാൾഡോ പോർച്ചുഗലിലെ പ്രശസ്ത ക്ലബ്ബായ സ്പോർട്ടിംഗ് സിപിയിൽ ചേർന്നു. അവിടെ അദ്ദേഹം തൻ്റെ കഴിവുകൾ കൂടുതൽ തെളിയിച്ചു. ഈ ക്ലബ്ബിൽ കളിച്ചപ്പോഴാണ് യൂറോപ്പിലെ വലിയ ടീമുകളുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞത്. ഒരു സൗഹൃദ മത്സരത്തിൽ റൊണാൾഡോയുടെ കളി കണ്ടപ്പോൾ ഇംഗ്ലണ്ടിലെ പ്രശസ്ത ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് അത്ഭുതപ്പെട്ടു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വലിയ അവസരം ലഭിച്ചത്. യുവതാരമായിരുന്ന റൊണാൾഡോ ഉടൻ തന്നെ ടീമിൽ ചേർന്നു. ഇംഗ്ലണ്ട് കളിക്കുന്നതിൽ റൊണാൾഡോയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പുതിയ ലീഗ്, പുതിയ ഭാഷ, പുതിയ സംസ്കാരം എല്ലാം പുതിയ അനുഭവമായിരുന്നു. എന്നാൽ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ചില വർഷങ്ങൾക്കുള്ളിൽ റൊണാൾഡോ പ്രീമിയർ ലീഗിലെ മികച്ച താരങ്ങളിൽ ഒരാളായി. അദ്ദേഹത്തിൻ്റെ വേഗതയും ശക്തിയും ഗോൾ സ്കോറിംഗ് കഴിവും ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ ലോകമെമ്പാടും ആരാധകർ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. റൊണാൾഡോയുടെ മികച്ച പ്രകടനം കാരണം അദ്ദേഹം ലോകത്തിലെ മികച്ച താരത്തിനുള്ള ബാലൺ ഡി ഓർ നേടി. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയ നേട്ടമായിരുന്നു. അദ്ദേഹം ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായി മാറി. 2009 റൊണാൾഡോ സ്പെയിനിലെ പ്രശസ്ത ക്ലബ്ബായ റിയൽ മാഡ്രിഡിൽ ചേർന്നു. ഇത് ഫുട്ബോൾ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്നായിരുന്നു. ഈ ക്ലബ്ബിൽ അദ്ദേഹം തൻ്റെ കരിയറിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. റിയൽ മാഡ്രിഡിനായി റൊണാൾഡോ അനവധി ഗോളുകൾ നേടി. അദ്ദേഹം ഒരു സീസണിൽ പോലും റെക്കോർഡ് ഗോളുകൾ നേടി. അതുകൊണ്ട് തന്നെ ആരാധകർ അദ്ദേഹത്തെ ഗോൾ മെഷീൻ എന്ന് വിളിച്ചു. റൊണാൾഡോയുടെ നേതൃത്വത്തിൽ റിയൽ മാഡ്രിഡ് നിരവധി UEFA ചാമ്പ്യൻ ലീഗ് കിരീടങ്ങൾ നേടി. ഈ വിജയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹം പല നിർണായക ഗോളുകളും നേടി. റൊണാൾഡോ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്ത താരങ്ങളിൽ ഒരാളായി മാറി. ലക്ഷക്കണക്കിന് ആരാധകർ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമം എല്ലാവർക്കും പ്രചോദനമായി. റൊണാൾഡോ തൻ്റെ രാജ്യമായ പോർച്ചുഗൽക്കായി കളിച്ചു. രാജ്യത്തിനായി കളിക്കുന്ന അദ്ദേഹത്തിന് വലിയ അഭിമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ നായകനായി മാറി. 2016 റൊണാൾഡോ തൻ്റെ രാജ്യത്തിന് വലിയ വിജയം സമ്മാനിച്ചു. UEFA യൂറോ 2016 ടൂർണമെൻറ്റിൽ പോർച്ചുഗൽ കിരീടം അദ്ദേഹം നേടി. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിരുന്നു. പിന്നീട് റൊണാൾഡോ ഇറ്റലിയെ ജുവൻറ്റസ് FC-യിൽ ചേർന്നു. അവിടെ അദ്ദേഹം വീണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പുതിയ ലീഗിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു. 2021 റൊണാൾഡോ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങി. ആരാധകർ ഈ തിരിച്ചുവരവ് വലിയ ആഘോഷമായി സ്വീകരിച്ചു. അദ്ദേഹം വീണ്ടും ഗോളുകൾ നേടാൻ തുടങ്ങി. പിന്നീട് റൊണാൾഡോ മിഡിൽ ഈസ്റ്റിലെ ക്ലബ്ബായ അൽ നസർ FC-യിൽ ചേർന്നു. ഈ തീരുമാനം ഫുട്ബോൾ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. എങ്കിലും അദ്ദേഹം തൻ്റെ പ്രകടനം തുടരുന്നു. റൊണാൾഡോയുടെ വിജയം കഴിവ് മാത്രം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമവും നിയന്ത്രിത ജീവിതശൈലിയുമാണ് അദ്ദേഹത്തിൻ്റെ കാരണം. ഇത് യുവ താരങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പല ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ലോകത്തിലെ ഒരു വലിയ ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായി മാറിയ മനുഷ്യൻ്റെ കഥയാണിത്. 2009 ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ് നടന്നത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പെയിനിലെ മഹത്തായ ക്ലബ്ബായ റിയൽ മാഡ്രിഡിൽ ചേർന്നു. ആ സമയത്ത് ഇത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്നായിരുന്നു. റൊണാൾഡോയെ സ്വാഗതം ചെയ്യാൻ ആയിരക്കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അവതരണ ചടങ്ങ് ഫുട്ബോൾ ലോകത്തിൽ വലിയ ശ്രദ്ധ നേടി. പുതിയ ജേഴ്സി ധരിച്ച റൊണാൾഡോ ആരാധകരോട് പറഞ്ഞു: "ഞാൻ ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ എത്തിയതാണ്." ഈ വാക്കുകൾ പിന്നീട് സത്യമായി മാറി. റൊണാൾഡോയുടെ വരവോടെ റിയൽ മാഡ്രിഡിന് പുതിയ ശക്തിയും ആത്മവിശ്വാസവും ലഭിച്ചു. റിയൽ മാഡ്രിഡിൽ എത്തിയ ഉടൻ റൊണാൾഡോ തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ തുടങ്ങി. ഓരോ മത്സരത്തിലും അദ്ദേഹം ഗോളുകൾ നേടി ആരാധകരെ ആവേശത്തിലാക്കി. അദ്ദേഹത്തിൻ്റെ വേഗത, ശക്തി, ഷോട്ടുകളുടെ കൃത്യത എന്നിവ കാരണം പ്രതിരോധ താരങ്ങൾക്ക് അദ്ദേഹത്തെ തടയുന്നത് വളരെ ബുദ്ധിമുട്ടായി. സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർ ഓരോ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ഗോളുകൾക്കായി കാത്തിരുന്നു. ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ റൊണാൾഡോ റിയൽ മാഡ്രിഡിലെ പ്രധാന താരമായി മാറി. ടീമിൻ്റെ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായി. റൊണാൾഡോയുടെ നേതൃത്വത്തിൽ റിയൽ മാഡ്രിഡ് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ടൂർണമെൻറ്റായ UEFA ചാമ്പ്യൻ ലീഗ് പല തവണ നേടി. പ്രധാന മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗോളുകൾ
നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് നോക്കൌട്ട് മത്സരങ്ങളിൽ റൊണാൾഡോയുടെ പ്രകടനം അത്ഭുതകരമായിരുന്നു. ഈ വിജയങ്ങൾ റിയൽ മാഡ്രിഡിലെ യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ ഗോളുകളിലൊന്നായി. റിയൽ മാഡ്രിഡിനായി കളിച്ച കാലത്ത് റൊണാൾഡോ നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചു. ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് കഴിവ് ലോകമെമ്പാടുമുള്ള ആരാധകരെ അത്ഭുതപ്പെടുത്തി. ഓരോ സീസണിലും അദ്ദേഹം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ഈ പ്രകടനം അദ്ദേഹത്തെ ലോകത്തെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാക്കി മാറ്റി. 2018 റൊണാൾഡോ റിയൽ മാഡ്രിഡ് വിട്ടപ്പോൾ ഫുട്ബോൾ ലോകം അതിശയിച്ചു. എങ്കിലും അദ്ദേഹം ക്ലബ്ബിൽ സൃഷ്ടിച്ച ചരിത്രം ഒരിക്കലും മറക്കാനാവില്ല. നൂറുകണക്കിന് ഗോളുകളും നിരവധി കിരീടങ്ങളും അദ്ദേഹം ടീമിനായി നേടി. ആരാധകർ ഇന്നും അദ്ദേഹത്തെ റിയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും വലിയ താരങ്ങളായി ഓർക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റിയൽ മാഡ്രിഡ് കാലഘട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കാലഘട്ടത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. 2016 ഫ്രാൻസിൽ നടന്ന യൂറോ ചാമ്പ്യൻഷിപ്പ് പോർച്ചുഗലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. ഈ ടൂർണമെൻറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിൻ്റെ നായകനായിരുന്നു. ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ പ്രധാനമായിരുന്നു. ഫൈനലിൽ പോർച്ചുഗൽ ഫ്രാൻസ് നാഷണൽ ഫുട്ബോൾ ടീമിനെ നേരിട്ടു. മത്സരത്തിനിടെ റൊണാൾഡോയ്ക്ക് പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നു. എങ്കിലും ടീമിനെ സൈഡ് ലൈനിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം പോർച്ചുഗലിന് 1-0 വിജയിച്ച് ചരിത്രത്തിൽ ആദ്യ യൂറോ കപ്പ് നേടി. 2019 പോർച്ചുഗൽ വീണ്ടും ഒരു വലിയ അന്താരാഷ്ട്ര കിരീടം നേടി. യൂറോപ്പിലെ ദേശീയ ടീമുകൾ പങ്കെടുക്കുന്ന UEFA നാഷണൽ ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻറ്റിൽ പോർച്ചുഗൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ ടൂർണമെൻറ്റിലും റൊണാൾഡോ വലിയ പങ്ക് വഹിച്ചു. സെമി ഫൈനലിൽ സ്വിറ്റ്സർലാൻഡ് നാഷണൽ ഫുട്ബോൾ ടീമിനെതിരെ അദ്ദേഹം ഹാട്രിക് നേടി. ഫൈനലിൽ പോർച്ചുഗൽ നെതർലാൻഡ്സ് നാഷണൽ ഫുട്ബോൾ ടീമിനെ തോൽപ്പിച്ച് കിരീടം നേടി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ആക്രമണത്രയങ്ങളിൽ ഒന്നാണ് BBC. ഇതിൻ്റെ അർത്ഥം ഗരത്ത് ബെയ്ൽ, കരീം ബെൻസിമ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നീ 3 താരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 താരങ്ങളും ഒരുമിച്ച് റിയൽ മാഡ്രിഡിനായി കളിച്ചപ്പോൾ ലോക ഫുട്ബോളിൻ്റെ അത്ഭുതകരമായ ആക്രമണ ശക്തിയുണ്ടായി. 2013 ഗരത്ത് ബെയ്ൽ റിയൽ മാഡ്രിഡിൽ ചേർന്നതോടെയാണ് ഇത്രയും രൂപപ്പെട്ടത്. ഇതിനു മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം ബെൻസിമയും ടീമിലുണ്ടായിരുന്നു. ഈ 3 താരങ്ങളും ചേർന്നപ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ ആക്രമണം വളരെ ശക്തമായി. റൊണാൾഡോയുടെ ഗോൾ സ്കോറിംഗ് കഴിവ്, ബെൻസിമയുടെ ബുദ്ധിമതിയായ കളി, ബെയ്ലിൻ്റെ വേഗത, ഈ 3 കാര്യങ്ങൾ ചേർന്നപ്പോൾ പ്രതിരോധ ടീമുകൾക്ക് വലിയ പ്രശ്നമായി. നിരവധി മത്സരങ്ങളിൽ അവർ അനവധി ഗോളുകൾ നേടി. ഈ ത്രയത്തിൻ്റെ നേതൃത്വത്തിൽ റിയൽ മാഡ്രിഡ് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ടൂർണമെൻറ്റായ UEFA ചാമ്പ്യൻസ് ലീഗ് പലതവണ നേടി. പ്രത്യേകിച്ച് 2014 മുതൽ 2018 വരെ റിയൽ മാഡ്രിഡിൻ്റെ സുവർണ്ണകാലമായിരുന്നു. BBC ത്രയം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ആക്രമണ കൂട്ടുകളിൽ ഒന്നായി ഇന്നും ഓർക്കപ്പെടുന്നു. അവരുടെ ഗോളുകളും വിജയങ്ങളും ആരാധകർക്ക് മറക്കാനാവാത്ത നിമിഷങ്ങളായി മാറി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഗോളുകളിൽ ഒന്നാണ് ബൈസിക്കിൾ കിക്ക്. ഈ തരത്തിലുള്ള ഗോൾ നേടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നേടി. 2018 നടന്ന UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലാണ് ഈ ഗോൾ ഉണ്ടായത്. അന്ന് റിയൽ മാഡ്രിഡും ജുവൻറ്റസും തമ്മിൽ മത്സരം നടന്നു. മത്സരത്തിനിടെ ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ റൊണാൾഡോ വായുവിലേക്ക് ഉയർന്ന അത്ഭുതകരമായ ബൈസിക്കിൾ കിക്ക് എടുത്തു. പന്ത് നേരെ ഗോൾ പോസ്റ്റിലേക്ക് പറന്നു. സ്റ്റേഡിയത്തിലെ ആരാധകർ ആ നിമിഷം കണ്ടപ്പോൾ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ ഗോൾ അത്ര മനോഹരമായിരുന്നു. അതുകൊണ്ട് എതിർ ടീമിൻ്റെ ആരാധകരായ ജുവൻറ്റസ് ആരാധകർ പോലും എഴുന്നേറ്റ് റൊണാൾഡോയ്ക്ക് കയ്യടി നൽകി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായി ഈ ബൈസിക്കിൾ കിക്ക് ഇന്നും ഓർക്കപ്പെടുന്നു. ഈ നിമിഷം റൊണാൾഡോയുടെ മഹത്തായ കഴിവിൻ്റെ തെളിവായി മാറി.